ഈ പ്രശ്നം ഞാൻ തീർത്തോളാം സാറേ. മാഡം ഒന്ന് പറ മാഡം പ്ലീസ്. പ്രശ്നം തീർക്കാൻ നീ ആരാടാ? കോടതിയാ. ഇനി നിന്റെ മോനെന്ന് പറയണവൻ എന്റെ വീടിന്റെ പരിസരത്താ. അവള് പഠിക്കണ കോളേജിലാ വന്നു ഞാൻ അറിഞ്ഞാല് പിന്നെ തന്തേ മോനും പുറം ലോകം കാണൂലട്ടാ. പണ്ട് സാഹിബുമാരുടെ കൂടെ കിടന്ന മഹത്വം പറഞ്ഞ് വല്ല വള്ളക്കാരെയും പറ്റിച്ചോണം. ഒരുത്തരും ഇങ്ങോട്ടുണ്ടാക്കാൻ പറഞ്ഞേട്ടാ. പുറത്തോട്ടേ പുറത്തോട്ടേക്ക്. നിങ്ങൾ പേടിച്ചു പോയാ? ഒന്നുമില്ലടാ, ഒരു പ്രശ്നമില്ല. വീട്ടിൽ പോയി കിളാൻ പറഞ്ഞ് ഒന്നുമില്ല. മോളും വീട്ടിൽ പോയിക്കോ. ഇതിനാടാ ഈ പാവത്തിന് ഇങ്ങനെ കരയിക്കുന്നത്. കോളേജിൽ നിന്ന് TC ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ പോകുന്ന അറിഞ്ഞ്. നീ എവിടെ പോണത്? എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. പിന്നെ നിനക്ക് തോന്നിയ പോലെ എന്താന്ന് വെച്ചാ ചെയ്യ്. ഒരു രാത്രി മുഴുവൻ പോലീസിന്റെ ലോക്കപ്പിൽ കിടന്ന് പോരെ നിനക്ക്. കാൽപ്പോ, നീ ഒന്ന് കാമാവ്. എന്താന്ന് വെച്ചാൽ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. ഇരിക്ക്. ഞാൻ എൻ്റെ കൊളീഗ്സൊക്കെ ആയിട്ട് സംസാരിച്ചു. സായിപ്പേ, ഇതൊരു ചെറിയ പ്രശ്നമല്ല. ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നും എനിക്കറിയില്ല. ഈ സൈഫുദ്ദീൻ ഒരു തലവേദന പിടിച്ച ഉദ്യോഗസ്ഥനാ. ഹി ഹാസ് വെരി ഹൈ പൊളിറ്റിക്കൽ കണക്ഷൻസ്. ഇപ്പൊ ഈ TV-യിലൊക്കെ കാണിക്കാറില്ലേ കാസർഗോഡ് എൻകൗണ്ടർ കേസ്? അതിന്റെ പേരിൽ പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആയിട്ട് അയാൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. വല്ല പാർട്ടിക്കാരെ കൊണ്ടൊക്കെ പറയിച്ച എന്തെങ്കിലും രക്ഷയുണ്ടാവോ? അതൊന്നും നടക്കില്ല. സിസിലി ഇപ്പോ തായ്ലാൻഡിലല്ലേ? അതെ. അവിടെ വിസ ഓൺ അറൈവലാണ്. നമുക്ക് ഇവര് രണ്ടുപേരും അങ്ങോട്ട് അയച്ചാലോ? ഇവിടുന്ന് ഇവരൊന്ന് മാറി നിൽക്കുകയാണെങ്കിൽ പിന്നെ ആൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഉമ്മാനോട് സംസാരിച്ച തുമ്പിയുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കാം. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇതൊക്കെ നടക്കൂ ട്രീസ? നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാലോ. ഹലോ തുമ്പി, നീ ഓക്കെ അല്ലടാ? തുമ്പി ഞാൻ ഓക്കെയാണ്. ഒരു ടെൻഷനും അടിക്കണ്ട. പിന്നെ റീനു ഉമ്മച്ചിയുടെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഉച്ചയ്ക്ക് കോയമ്പത്തൂരിൽ നിന്ന് തായ്ലാൻഡിലേക്ക് ഫ്ലൈറ്റ്. അപ്പോൾ ഓഫീസിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ശരി, എന്നാ ഞാൻ
വിളിക്കാവേ. ഓക്കെ. സൗദാ, ഇന്ന് ഞാൻ ഊണ് കഴിക്കാണ്ടാവൂല. സ്റ്റേഷനിൽ നല്ല തിരക്കുണ്ട്. ആ ഡോൾഫിൻ ബീച്ചിന്റെ അവിടെ നിന്ന് 3-4 അമ്മരെ പൊക്കിയുണ്ട്. അറാമ്പറപ്പുകള് മരുന്നെടുത്ത തായ്ലൻഡിലേക്ക്, അതും കോയമ്പത്തൂര് വഴി. രസം എന്താണെന്നറിയോ? ഇതിലൊരുത്തന്റെ തന്തയാണ് അമ്മരെ ലീഡർ. അവനെ കിട്ടിയിട്ടില്ല, അവനെ ഞങ്ങള് പൊക്കും. തന്തയും തള്ളയും കൂടെ മക്കളെ പഴിപ്പിക്കണ കാലമല്ലേ സൗദ? പേടിച്ചു. ആഹാ, ഡോൾഫിൻ ബീച്ചിൽ എല്ലാ കൂറകളും ഉണ്ടല്ലോ. സാധനം നിന്റെയാണെന്ന് അങ്ങ് സമ്മതിച്ചേക്ക്. വെറുതെ ഇനിയും അടിമേടിച്ച് കൂട്ടണോ? ജാമ്യം കിട്ടാവുന്ന വകുപ്പൊക്കെ ഉള്ളൂ. ഒന്ന് സഹകരിക്കടാ. വെറുതെ ഞങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കല്ലേ, മക്കള് താങ്ങില്ല. ചെയ്യാത്ത കാര്യം ഞങ്ങൾ ഏകത്തില്ല സാറേ. അപ്പൊ പിന്നെ കഫേയിൽ ഞങ്ങളാണോ സാധനം കൊണ്ടുവച്ചേ? ഞങ്ങളിത് ചെയ്തിട്ടില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യും, മക്കളങ്ങ് എഴുന്നേറ്റ് പാൻറ്റങ്ങ് കഴിച്ചോ. എഴുന്നേറ്റോ, കൂട്ടത്തി അടി കിടക്കുന്നതും കൂടെ കഴിച്ചോ. എണീക്കടാ. ഹലോ റീന. പാപ്പച്ചനോടൊന്ന് പറ. എടാ നീ പറ, എന്താ പറ്റിയെന്ന് പറ. തലക്കൊല്ലു റീന. ഉമ്മച്ചി ഒന്ന് അപ്പനെ വിളിക്കും. ഉമ്മച്ചി അപ്പനെ വിളിച്ച് പറ, അവനെ വിളിച്ച് പറ, അവനെ വിടാൻ പറ. അവരൊന്നും ചെയ്തിട്ടില്ല. റീന വിളിച്ചു. അവരൊക്കെ പാവങ്ങളാ, അവരൊക്കെ പാവങ്ങളാ. ഉമ്മ ഒന്ന് പറ, ഞാൻ ഇങ്ങോട്ട് പോവില്ല. ഉമ്മ ഒന്ന് പറ പ്ലീസ്. ഞാൻ എന്താണ് പറയേണ്ടത്? നീ പറ, ഞാൻ എന്താണ് പറയേണ്ടത്? നിനക്ക് എന്റെ ഗതി വരുന്നു പറഞ്ഞ ഇതിനൊക്കെ കൂട്ടുന്നു. ഞാനേ ഇവിടെ ഒരു അടിമ പോലെ. ഞാനെന്ത് പറയാനാണ്?